ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അസാലം ലേണിംഗ്. ഓണം എക്സാമിന് വേണ്ടി നമുക്ക് മൈക്രോ എക്കണോമിക്സിലെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് പഠിക്കണം അല്ലെ. അപ്പൊ ഈ 3 ചാപ്റ്ററുകളിലെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട 8 മാർക്കിന്റെ ചോദ്യങ്ങളാണ് മിസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമതായിട്ട് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ്. ഒരു കൺസ്യൂമറിന്റെ ബിഹേവിയറിനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വലുതാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ അത് പറയുന്നത്. നോക്കാം നമുക്ക്. Miss Anu wants to consume apple and oranges. Her income is rupees 400. The price of apple, good one, is rupees 80 per kilo, and the price of orange is rupees 50 per kilo. On the basis of this data, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ശ്രീമതി അനുവിന് ആപ്പിളും ഓറഞ്ചും കഴിക്കാൻ ആഗ്രഹമുണ്ട്. അവരുടെ വരുമാനം എന്ന് പറയുന്നത് 400 രൂപയാണ്. ആപ്പിളിന്റെ വില എന്ന് പറയുന്നത് 80 രൂപയും ഓറഞ്ചിന്റെ വില എന്ന് പറയുന്നത് 50 രൂപയുമാണെങ്കിൽ ഈ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ബഡ്ജറ്റ് രേഖ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രേഖ വരയ്ക്കണമെങ്കിൽ നമുക്ക് ആദ്യമേ ബഡ്ജറ്റിൽ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇക്വേഷൻ വേണ്ടേ? അപ്പൊ നമുക്ക് ആദ്യം ഇക്വേഷൻ കണ്ടുപിടിക്കാം അല്ലെ. ഇക്വേഷൻ എഴുതുന്ന ഫോർമുല എന്താണ്? P1x1 പ്ലസ് P2x2 ഇസ് ഈക്വൽ ടു എം. മക്കളെ ഇത് പഠിച്ചു വെച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P1x1 പ്ലസ് P2x2 ഇസ് ഈക്വൽ ടു എം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? P1 വേണം. എന്താ P1? പ്രൈസ് ഓഫ് ഗുഡ് വൺ എന്ന് പറയുന്നത് ആപ്പിളിന്റെ വിലയാണ്. ആപ്പിളിന്റെ വില എത്രയാണ്? 80 രൂപയാണ് അല്ലെ. 80 റുപ്പീസ് ആണ്. 80. അപ്പൊ 80x1 x1 അതേപോലെ കൊടുക്കാം. P2 എന്ന് പറയുന്നത് 50 രൂപയാണ്. x2 ഈസ് ഈക്വൽ ടു എത്രയാണ്? സുധയുടെ കയ്യിലുള്ള വരുമാനം എന്ന് പറയുന്നത് 400 രൂപയാണ്. 400 ആണ്. അപ്പൊ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ബോക്സിലാക്കി അങ്ങോട്ട് വെക്കുകയാണ്. എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ അല്ലെ. നല്ല ബോക്സ് വരയ്ക്കണം. യെസ്. അപ്പൊ അതവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ കിട്ടി. ഇനി വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വേണം, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും വേണം. അപ്പൊ നമുക്ക് എന്ത് വേണം? HI ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, VI വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? M/P1 ആണെങ്കിൽ വെർട്ടിക്കൽ എന്തായിരിക്കും? M/P2 ആയിരിക്കും. വളരെ സിമ്പിൾ. M എന്ന് പറയുന്നത് 400 ആണ്. P1 എന്ന് പറയുന്നത് 80 ആണ്. ഇവിടെയും M എന്ന് പറയുന്നത് 400 ആണ്. P2 എന്ന് പറയുന്നത് 50 ആണ്. എങ്കിൽ നമുക്ക് കാൽക്കുലേറ്റർ എടുക്കാൻ, നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലെ. 400 ഡിവൈഡഡ് ബൈ 80 5 എന്ന് കിട്ടും. ഇനി 400 ഡിവൈഡഡ് ബൈ 50 8 എന്ന് കിട്ടും. അപ്പൊ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 8 ആണ്, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 5 ആണ്. അപ്പൊ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാലോ. അപ്പൊ നമുക്ക് ആദ്യമേ X ആക്സിസും Y ആക്സിസും വരയ്ക്കാം. അപ്പൊ ഗുഡ് 1 ഇവിടെയാണ്, ഗുഡ് 2 ഇവിടെയാണ്. ഉറപ്പായോ? ഗുഡ് 1 ഇവിടെയാണ്, ഗുഡ് 2 ഇവിടെയാണ്. സോ ഒബ്വിയസ്ലി വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഇവിടെ ആയിരിക്കും. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഇവിടെ ആയിരിക്കും. വെർട്ടിക്കൽ ഇതായിരിക്കും. ഇതല്ലേടാ ഹൊറിസോണ്ടൽ ലൈന്, ഇതല്ലേ വെർട്ടിക്കൽ ലൈൻ. അപ്പൊ ഇവിടെ ആയിരിക്കും നമ്മൾ എന്ത് വരയ്ക്കേണ്ടത്? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കിട്ടിയ 8 വരയ്ക്കേണ്ടത്. ഹൊറിസോണ്ടൽ 5 ആണെങ്കിൽ 5 ഇവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്. സോ നമുക്ക് പോവാം. 5-ൽ നിന്നും 8-ലേക്കൊരു യാത്ര കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇതാണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, അത് ഞാൻ കണ്ടുപിടിച്ചു. ഇതാണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്, അത് ഞാൻ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സൈഡിൽ ഇക്വേഷൻ എഴുതി വെക്കാം അല്ലെ. നമുക്ക് അകത്തേക്ക് എഴുതാം, നമുക്ക് ഇവിടെ സൈഡിലേക്ക് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ എഴുതിയാലും മതി. എന്താ എഴുതേണ്ടത്? 80x1 പ്ലസ് 50x2 ഈസ് ഈക്വൽ ടു 400. ഓക്കെ ആയോ? സെറ്റായോ? റെഡി ആയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ബഡ്ജറ്റ് രേഖയുടെ സമവാക്യം ഇക്വേഷൻ എഴുതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഓൾറെഡി എഴുതിയിട്ടാണ് നമ്മൾ ചെയ്തത്. സോ വീണ്ടും അത് അറ്റംപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ ഇത് B ആൻസർ ആണ്, ഇത് Aയുടെ ആൻസർ ആണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഇനി മുഴുവൻ വരുമാനവും ആ ഉൽപ്പന്നത്തിന് മാത്രം ചെലവഴിച്ചാൽ ശ്രീമതി അനുവിന് എത്ര കിലോ ആപ്പിൾ കഴിക്കാൻ കഴിയും? അതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ ഇവിടെ സുധയെന്നാണ്, സുധയല്ല അനു ആണ് കേട്ടോ, മാറിപ്പോണ്ട, അനു ആണ്. അപ്പൊ അനുവിന് ആപ്പിൾ മാത്രം അനു വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അനുവിന് എത്ര കിലോ ആപ്പിൾ വാങ്ങാൻ വേണ്ടി പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ 400 രൂപയാണുള്ളത്. ആപ്പിളിന്റെ കിലോയ്ക്ക് 80 രൂപയാണെങ്കിൽ എത്ര കിലോ ആപ്പിൾ വാങ്ങാൻ വേണ്ടി പറ്റും? അതല്ലേ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. എടാ ഗുഡ് 1ന്റെ പ്രൈസ് എന്ന് പറയുന്നത് 80 ആണ്. അപ്പൊ ആപ്പിളിന് 80 കിലോ ആണ് കിലോയ്ക്ക്. എന്റെ കയ്യിൽ 400 രൂപയുണ്ടെങ്കിൽ 400/80 ചെയ്യുന്നതല്ലേ എന്തെന്ന് പറയുന്നത്? എത്ര കിലോ വാങ്ങിക്കാൻ വേണ്ടി പറ്റും? എനിക്ക് 5 കിലോയെ വാങ്ങിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ C എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് തന്നെയാണ്. M/P1 അല്ലെ. 400 രൂപയാണ് എന്റെ കയ്യിലുള്ളത്. ആപ്പിളിന് കിലോ 80 രൂപയാണെങ്കിൽ ആപ്പിൾ മാത്രം എനിക്ക് എത്ര കിലോ വാങ്ങിക്കാൻ വേണ്ടി പറ്റും? 5 കിലോ വാങ്ങാൻ വേണ്ടി പറ്റും എന്നാണ്. ഇനി ഡി ചോദ്യം, നമുക്ക് ഡി നോക്കാം. വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ? ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പൊ ഡി എന്ന് പറയുന്നത് -P1/P2 -P1/P2. P1 എന്ന് പറയുന്നത് 80 ആണ് അല്ലെ, 80 ആണ്. P2 എന്ന് പറയുന്നത് 50 ആണ്. അപ്പോ മൈനസ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതേപോലെ ഇട്ട് കൊടുത്തു.
-1.6 എന്ന് പറഞ്ഞ് കിട്ടും അല്ലെ. P1 എന്ന് പറയുന്നത് 80 ആണ്, P2 എന്ന് പറയുന്നത് 80 ആണ്. മൈനസ് ആയതുകൊണ്ട് നമുക്ക് അതേപോലെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഡ്രോ ദ ന്യൂ ബഡ്ജറ്റ് ലൈൻ ഇൻ ദ സെയിം ഗ്രാഫ് ഇഫ് അവർ ഇൻകം ഫോൾസ് ടു ₹200 റിമൈനിങ് ദ സെയിം പ്രൈസ് അല്ലെ. സെയിം പ്രൈസ് ആണ്, പക്ഷെ ഇൻകം 200 ആയിട്ട് കുറയുന്നുണ്ട് അല്ലെ. എന്താണ്, രണ്ട് ഉൽപ്പന്നങ്ങളുടെ വില അതേപടി നിലനിർത്തി അവരുടെ വരുമാനം 200 രൂപയായി കുറഞ്ഞാൽ അതേ ഗ്രാഫിൽ ഒരു പുതിയ ബഡ്ജറ്റ് രേഖ വരയ്ക്കുക. അപ്പൊ അതേ ഗ്രാഫിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം. അപ്പൊ ഈ എഴുതിയിട്ടുണ്ട്. അപ്പം ഇക്വേഷൻ ഒരു മാറ്റമുണ്ട്. ATX1 വില മാറുന്നില്ല കേട്ടോ, വില മാറുന്നില്ല. ഇൻകം 400 നിന്ന് 200 ആയി. ഇപ്പൊ കണ്ടുപിടിക്കണം നമുക്ക്, ഹൊറിസോണ്ടലും വെർട്ടിക്കലും കണ്ടുപിടിക്കണം. 200/80 200/50. ഇപ്പൊ 200 ഡിവൈഡഡ് ബൈ 80 എത്ര കിട്ടും? 2.5 കിട്ടും. 200 ഡിവൈഡഡ് ബൈ 5 40. 4. അപ്പൊ 2.5ഉം 4ഉം ആണ് കിട്ടുന്നത്. 2.5 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ്, അത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ആണ്. അത് ഇവിടെ വരും അല്ലെ, ഇവിടെ വരും. ഇവിടെ മാർക്ക് ചെയ്യാം നമുക്ക്. 2.5 ഇവിടെ വരും. ഇനി ഈ വെർട്ടിക്കൽ എത്രയാണ് മക്കളെ? 4 ആണ്. 4 ഇവിടെ തന്നെ വരും. അപ്പൊ നമുക്ക് ഇങ്ങനെ വരും ബഡ്ജറ്റ് ലൈൻ. നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എങ്ങനെ വരിക? അതെ, ഇങ്ങോട്ടേക്ക് വരിക. അപ്പൊ കാരണം നമുക്ക് എന്തുകൊണ്ടാണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്, വെർട്ടിക്കൽ എവിടെയാണ്? ഇതാണ്. അത് 4 എന്നാ വരിക അല്ലെ. 200/50 4 എന്നാ വരിക. 200/80 അല്ലെ. 200 ഡിവൈഡഡ് ബൈ 80 എന്ന് പറഞ്ഞ 2.5 ആണ്. ഇപ്പൊ ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് ഇവിടെയാണ് ടച്ച് ചെയ്യുക. 2നും 3നും ഇടയ്ക്ക് ഒരു കുത്തിട്ട് കൊടുത്താൽ മതി. അപ്പൊ അവിടെ നമ്മുടെ ഇക്വേഷൻ എഴുതി വെക്കണം. 80x1 plus 50x2 is equal to 200. 200 ആയിട്ട് കുറഞ്ഞു. നമ്മുടെ കയ്യിലുള്ള വരുമാനം കുറഞ്ഞപ്പോൾ ചുരുങ്ങാ ചെയ്യുക അല്ലെ. സിമ്പിൾ. ബഡ്ജറ്റ് ലൈനിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇൻകം കൂടുമ്പോൾ മുകളിലേക്ക്, ഇൻകം കുറയുമ്പോൾ താഴേക്ക്. സിമ്പിൾ ലോജിക്കാണ്. ഇനി അടുത്തത് ലാസ്റ്റ് ചോദ്യമാണ് F. നോക്കിക്കേ, what happens to the budget line if the price of apple rise to ₹100 but income and price of orange are remaining constant? Draw a new budget line. എന്താണ്, ആപ്പിളിന്റെ വില 100 രൂപയായി ഉയർന്നാലും വരുമാനവും ഓറഞ്ചിന്റെ വിലയും സ്ഥിരമായി തുടരുകയാണെങ്കിൽ ബഡ്ജറ്റ് രേഖയ്ക്ക് എന്ത് സംഭവിക്കും? ഒരു പുതിയ ബഡ്ജറ്റ് രേഖ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആപ്പിളിന്റെ വില 80 നിന്നും 100 രൂപയാകുന്നു, ബാക്കി ഒന്നിനും മാറ്റമില്ല. അപ്പൊ ഇൻകം 400 തന്നെയാണ്, 200 അല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ പുതിയ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡി ഇവിടെ എഴുതാം. അതും എഴുതാനുള്ള കാര്യം എഴുതാം. അപ്പൊ ആപ്പിളിന്റെ വില 100 ആയി. അപ്പൊ ആദ്യത്തെ കൂടിന്റെ വില 100 ആയി. X1 ബാക്കിയെല്ലാം സെയിം 50x2. മക്കളെ 200 അല്ല, ആദ്യത്തെ പോലെ തന്നെയാണ്, 400 ആണ്. ഇനി ഹൊറിസോണ്ടൽ കണ്ടുപിടിക്കണ്ടേ. 400/100 4. വെർട്ടിക്കല് 400/50 എത്രയാണ്? 8 അല്ലേ. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ. അതാണ് ആദ്യം ചെയ്തിട്ടുണ്ട് നമ്മൾ. 400/50 8 കിട്ടും. കറക്റ്റ് അല്ലേ നമ്മൾ ചെയ്തത്? എല്ലാം കറക്റ്റ് ആണ് ചെയ്തത്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്തു നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, മനക്കണക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. അപ്പൊ 4 കിട്ടി, 8 കിട്ടി. അപ്പൊ 8 വെർട്ടിക്കലാണ്. 8 വെർട്ടിക്കലാണ്. അവിടെ നിന്ന് നമുക്ക് പുതിയ ലൈനാ വരയ്ക്കാൻ പറ്റുള്ളൂ. 8ഉം എത്രയാണ് മക്കളെ? 4ഉം ആണ്. അപ്പൊ 8ഉം 4ഉം ഞാൻ വരച്ചു പുതിയ ബഡ്ജറ്റ് ലൈൻ. ആദ്യമേ എത്രയായിരുന്നു? 8ഉം 5ഉം ആയിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആപ്പിളിന്റെ പൈസ കൂടുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നമുക്ക് ആപ്പിൾ കുറച്ചേ വാങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. ആദ്യമേ നമ്മൾ ആപ്പിൾ 5 കിലോ വാങ്ങി. ഇപ്പോഴത്തെ ആപ്പിളിന്റെ പൈസ കൂടിയ സമയത്ത് നമ്മൾ 4 കിലോ വാങ്ങുന്നുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഓരോ ക്വസ്റ്റ്യനും കൃത്യമായിട്ട് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട് അല്ലെ. ഡ്രോ ദ ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ നമ്മൾ വരച്ചു. ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി HIയും VIയും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. സ്ലോപ്പിന്റെ ഇക്വേഷൻ -P1/P2 ആണ്. അങ്ങനെ ഓരോന്നും വിശദമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ ആണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് കേട്ടോ. അപ്പൊ ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതേ ഇവിടെ ഫൈൻഡ് TC, AC, AFC, AVC, SAC. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് TFCയും TVCയും തന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആവശ്യമുള്ള ആള് കാൽക്കുലേറ്റർ ആണ്. കാൽക്കുലേറ്റർ എടുത്ത് അടുത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ മിസ് അതേ ഡേറ്റ് ഇപ്പുറത്തേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം TFC കോൺസ്റ്റന്റ് ആണ്, 20 തന്നെയാണ്. TC കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആഡ് ചെയ്യാനാണ് അല്ലെ. TCയുടെ ഫോർമുല മിസ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. TC is equal to TVC plus TFC. അങ്ങനെയാണ് ആഡ് ചെയ്യാം. 20, 26, 31, 35, 38, 40. കറക്റ്റ് അല്ലേ? ഇനി AC എങ്ങനെ കണ്ടുപിടിക്കുന്നത്? AC is equal to TC/Q. TCനെ Q കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ AVCയും AFCയും കൂടെ ആഡ് ചെയ്താൽ മതി. ഓൾറെഡി AVCയും AFCയും കണ്ടുപിടിച്ചിട്ടില്ലാത്തതുകൊണ്ട് TCനെ Q കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ 0 വരും. 26/1 26, 31 ഡിവൈഡഡ് ബൈ 2 15.5, 35/3 11.6,
38 divided by 4, 9.5, 40 divided by 5, 8. ഓക്കെ, കിട്ടിയല്ലോ. അപ്പൊ എ സി കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? ടി സി ബൈ ക്യൂ. ഓരോ ടി സിനെയും ഓരോ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി എ വി സി എന്താ മക്കളെ ഫോർമുല? ടി വി സി ബൈ ക്യൂ. ടി വി സിനെ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ആദ്യമേ 0/0 0, 6/1 6, 11/2 5.5, 15/3 5 നമുക്കറിയാം. ഇനി 18/4 4.5, 20/5 4 അല്ലേ? യെസ്, കിട്ടി. ഇനി എ എഫ് സി. എങ്ങനെ കണ്ടുപിടിക്കുക നമ്മൾ? എ എഫ് സി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ടി എഫ് സി ബൈ ക്യൂ ആണ്. ടി എഫ് സി ബൈ ക്യൂ എന്ന് പറയുമ്പോൾ എല്ലാ ടി എഫ് സിനെയും ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 20/0 20, 20/1 20, 20 divided by 2 10, 20 divided by 3 6.6, 20 divided by 4 5, 20 divided by 5 4. ഓക്കെ, സിമ്പിൾ. ഇനി എസ് ഐ സി മക്കളെ എങ്ങനെയാ കണ്ടുപിടിക്കുക? നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് എസ് ഐ സിയുടെ, നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇക്വേഷൻ പഠിച്ചു വെക്കുക. ടി സി ബൈ ഡെൽറ്റ ക്യൂ, അതായത് ടോട്ടൽ കോസ്റ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെ ടോട്ടൽ നമ്മുടെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് അല്ലെ? മാർജിനൽ ആണ് അവിടെ വരുന്നത്. മാർജിനൽ അല്ലേ? എസ് ഐ സി അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എസ് എം സി ആണ്. നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. എസ് എം സി ആണ് അല്ലേ? എസ് എം സി ആണ്. എസ് എം സി എന്ന് പറയുമ്പോൾ ഷോർട്ട് ആൻഡ് മാർജിനൽ കോസ്റ്റ് ആണ്. മാർജിനകത്ത് എന്ത് വരും? ഡെൽറ്റ വരും. അപ്പൊ ഇതല്ലാതെ വേറൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ല. എന്താണ് എസ് എം സി എന്ന് പറയുന്നത്? ടി സി എൻ മൈനസ് 1. ഈ ഇക്വേഷൻ നമുക്ക് എപ്പോഴാണ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നേ? ക്വാണ്ടിറ്റിയുടെ ഡിഫറൻസ് 1 ആണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇവിടെ നോക്കിക്കേ, 0 1 2 3, അപ്പൊ ഒന്നൊന്ന് വെച്ചല്ലേ കൂടുന്നത്. അപ്പൊ ഡിഫറൻസ് 1 ആയതുകൊണ്ട് ഈ ഡെൽറ്റ ഒന്ന് യൂസ് ചെയ്ത് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. എങ്ങനെ മൈനസ് ചെയ്യുന്നേ? മേലെ മൈനസ് ചെയ്യാം. മേലെ മൈനസ് ചെയ്യാനില്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഡാഷ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 0 ഇട്ട് കൊടുക്കാം. ഇനി 26 മൈനസ് 20 എന്ന് പറയുന്നത് 6 ആണ് അല്ലേ? ഇനിയിപ്പോ നിങ്ങൾക്ക് ആ ഒരു എക്സാം ഹാളിൽ കയറുമ്പോൾ ടെൻഷൻ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യൂസ് കാൽക്കുലേറ്റർ അല്ലേ? കാൽക്കുലേറ്റർ തന്നെ യൂസ് ചെയ്യുക. അല്ലാതെ മനക്കണക്ക് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ തെറ്റിപ്പോവും. 31 മൈനസ് 26 5, 35 മൈനസ് 31 4, ഇനി 35 മൈനസ് 38 മൈനസ് 35 3, 40 2. അപ്പൊ 6 5 4 3 2 എന്ന് വരും നമ്മുടെ എസ് എം സി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മിസ് എസ് എ സി ആണ് എഴുതിയിരിക്കുന്നത്, എസ് എം സി ആണ് കേട്ടോ. എസ് എം സി ആണ്. അങ്ങനെ നമ്മളെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. 8 മാർക്കിന്റെ ഒരു ചോദ്യം ഒരിക്കലും മിസ് ചെയ്യരുത്. ഇക്വേഷൻ കാണാതെ പഠിച്ചു വെക്കുക. ഓരോ ഇക്വേഷനും എഴുതി വെക്കുക, കൃത്യമായിട്ട് എഴുതി വെക്കുക. അതേപോലെ ഈ ചാപ്റ്ററിൽ നിന്നും റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഓൾറെഡി നമ്മൾ നമ്മുടെ ചാനലിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ മക്കളെ, ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് വേണ്ടതെന്നുള്ളത്. ഇത് നിങ്ങൾക്ക് പാടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സെപ്പറേറ്റ് നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാം. സോ നിങ്ങളുടെ ഓണം എക്സാം അടിപൊളി ആയിരിക്കട്ടെ. അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.